Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇത് 2026 ആദ്യത്തെ ടെക് ന്യൂസാണ് പറയാൻ പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളോട്, വീണ്ടും നിങ്ങളൊന്ന് ലൈക്കും ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് അടുക്കല്ല. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടറോളയുടെ സൈഡിൽ നിന്നാണ്. മോട്ടറോളയുടെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മോട്ടറോളയുടെ എയർ X70 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഇത് സ്നാപ്ഡ്രാഗന്റെ 7+ Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും SoC ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 90 വാട്ട്സിന്റെ ചാർജർ, പിന്നെ ഇത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS ഒരു 3.1 ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഇതൊരു LPDDR5 അല്ലെങ്കിൽ 4x RAM വെച്ചിട്ടായിരിക്കും ഇറങ്ങുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇത് ഒരു 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ മോട്ടറോളയുടെ X70 Pro എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് എടുക്കാം എന്നാണുള്ളത്. പിന്നെ ഇതൊരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണെങ്കിൽ നമുക്കൊരു 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടാവുന്നതാണ്. റെഡ്മിയുടെ ടർബോ 5 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 2 സീരീസുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെഡ്മിയുടെ ടർബോ 5 Pro ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്പെക്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. 5 Proയിൽ വരുമ്പോൾ 9000 mAh ബാറ്ററിയും, ടർബോ 5ലേക്ക് വരുമ്പോൾ, റെഡ്മിയുടെ ടർബോ 5ലേക്ക് വരുമ്പോൾ 7500 mAh ബാറ്ററി വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ രണ്ടിലും അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടാവും. പിന്നെ മെറ്റൽ ഫ്രെയിമിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. റെഡ്മി 5ന്റെ സ്പെക്കിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ, 5 ടർബോന്റെ അല്ല, റെഡ്മി 5 സ്പെക്കിലേക്ക് കിടക്കുമ്പോൾ ഇതൊരു 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. 7500 mAh ബാറ്ററി, പിന്നെ 6.6 ഇഞ്ചിന്റെ AMOLED സ്ക്രീനാണ് വരുന്നത്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ്. UFS ആണെങ്കിൽ 3.1 ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇത് Dimensity 8500 എന്ന് പറയുന്ന ചിപ്സെറ്റും വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. റെഡ്മി 5 ടർബോയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് 6.7 ഇഞ്ചിന്റെ AMOLED സ്ക്രീന്, പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ്, 1.5K റെസൊല്യൂഷന്, മെറ്റൽ ഫ്രെയിമിങ്, അൾട്രാ 3D ഫിംഗർ പ്രിന്റ് സ്കാനർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഇത് 9000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് റെഡ്മി 5 ടർബോ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്. റെഡ്മി 5 വേണോ, റെഡ്മി 5 Pro വേണോ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗെയിം കളിക്കണം, കൂടുതൽ നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റെഡ്മി 5 ടർബോ Pro നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സാംസങ്ങിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് പറയാൻ പോവുകയാണ്. സാംസങ്ങിന്റെ ടിവികൾക്ക് ഇനി ഗൂഗിൾ ഫോട്ടോസിന്റെ ആപ്ലിക്കേഷൻ ബിൽറ്റ് ഇൻ ആയിട്ട് വരാൻ പോകുന്നുണ്ട്. പുതിയ ജനറേഷൻ TV സീരീസുകളിലൊക്കെ ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ടിവിൻ്റെ സോഫ്റ്റ്വെയറിൽ പോയിട്ട് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ID ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അതൊക്കെ നമുക്ക് ടിവിയിലും കാണാൻ പറ്റും. വലിയൊരു മത്തങ്ങാബോധ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഓണറിന്റെ പവർ 2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതാ ഇന്ന് ഇറങ്ങാൻ പോവുക. ജനുവരി 5 2026 ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഏറ്റവും വലിയൊരു മാസീവ് ബാറ്ററി വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. 10080 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് LPDDR5X RAM ആണ്. UFS 3.1, Dimensity 8500 mAh ബാറ്ററി, പിന്നെ ഇത് 6.7 ഇഞ്ചിന്റെ AMOLED സ്ക്രീന്. റിഫ്രഷ് റേറ്റിന്റെ കാര്യത്തിലൊരു കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇത് ഒന്നില്ലെങ്കിൽ ഇതൊരു 120 Hz അല്ലെങ്കിൽ ഇതൊരു 144 Hz റിഫ്രഷ് റേറ്റിലേക്ക് കൊണ്ടുവരുമോ എന്നാണ് പ്രതീക്ഷ. പിന്നെ ഇതൊരു LTPS ഡിസ്പ്ലേ ആണ്, LTPO ഡിസ്പ്ലേ അല്ല.
അപ്പോൾ ഇന്നാണ് അതിൻ്റെ ലോഞ്ചിങ്, റെൻഡറും കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ പോയിട്ട് ഓർഡർ ചെയ്യാം എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥനമായിട്ട് പറയാനുള്ളത്. OnePlusന്റെ ഒരു പുതിയൊരു ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 2026 അതിന്റെ ലോഞ്ചിങ്. OnePlusന്റെ 16 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതും സ്നാപ്ഡ്രാഗന്റെ 80 Lite Gen 6 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൽ 200 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിളും പിന്നെ അതേപോലെ 50 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറ ഇറക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ലീക്ഡ് ആൻഡ് റൂമറാണ്. ഈ ബാക്കി രണ്ട് കാര്യങ്ങളിലും, ഈ പ്രൈമറി ക്യാമറയിലും അൾട്രാ വൈഡ് ആംഗിളിലും ഒരു ചെറിയൊരു സംശയങ്ങളുണ്ട്. ഇറ്റ്സ് ആൻഡ് പിഞ്ച് ഓഫ് സോൾട്ട്, ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ പ്രൈമറി ക്യാമറയിലേക്ക് വരുമ്പോൾ ഇത് 200 മെഗാ പിക്സലിലെ ക്യാമറയുമായിട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, OnePlus ആദ്യമായിട്ട് വേൾഡിലെ ഫസ്റ്റ് 200 Hz റിഫ്രഷ് റേറ്റിൽ സ്മാർട്ട് ഫോണ് കൊണ്ടുവരാൻ പോവുകയാണ്. ഈ വർഷം നവംബറിൽ OnePlus 15 165 Hz റിഫ്രഷ് റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുക്കും മേലെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിഫ്രഷ് റേറ്റുമായിട്ടാണ് OnePlus 16 വരാൻ പോകുന്നത്. അതും 200 അല്ലെങ്കിൽ 200+ Hz റിഫ്രഷ് റേറ്റിലും OnePlus 16 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ UFS ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല. UFS 4.1 ആണ്. പിന്നെ LPDDR5X റാമും വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. അല്ലെങ്കിൽ DDR6 റാം വെച്ചിട്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉള്ള ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് ഫോൺ. പിന്നെ ത്രോട്ട്ലിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളോട് അവകാശപ്പെടാം. ദാറ്റ്സ് ആൻഡ് ഷുവർ ഫോർ യു ഗൈസ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ വർഷം OnePlus 16 ഈസ് റോക്കിംഗ് ബഡി, റോക്കിംഗ്. പക്ഷെ പ്രൈസ് ഹൈക്കിംഗ് ഈസ് സ്കൈ റോക്കറ്റാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിലല്ല. കാരണം 2026 സ്മാർട്ട് ഫോണുകളിലൊക്കെ പ്രൈസ് ഭയങ്കര ഹൈക്കാവാൻ പോവുകയാണ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആസൂസിൻ്റെ ROG സീരീസ് സ്മാർട്ട് ഫോൺസുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അത് അവർ പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കണം. പോസ്റ്റ്പോണ്ടിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഹൈക്നെസ് ഉള്ളത് കൊണ്ട് അവർ നിലവിൽ സ്മാർട്ട് ഫോൺസുകളൊക്കെ അവർ ഇപ്പം നിലവിൽ ഇറക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ ബയോണിക് 20 സീരീസ് ചിപ്സെറ്റിൻ്റെ പ്രൈസ് ഹൈക്നെസ് കൂട്ടിയിട്ടുണ്ട്. 80% ഇതിൻ്റെ പ്രൈസ് ഹൈക്നെസ് കൂട്ടിയിട്ടുള്ളത്. സ്കൈ റോക്കറ്റിംഗ് ആണ് വില ഇട്ടിരിക്കുന്നത്. ഇതാരാണ് ഈ ചിപ്സെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ TSMC എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ചിപ്സെറ്റ് ഉണ്ടാക്കുന്നത്. 2 നാനോമില്ലിമീറ്റർ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അത് മാത്രമല്ല, ഇനി സാംസങ്ങിനും ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെയും ചിപ്സെറ്റ് ഇപ്പം ഉണ്ടാക്കുന്നത് TSMC എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവരിപ്പോൾ സ്കൈ റോക്കറ്റിംഗ് ചെയ്തിരിക്കുന്നു. 4 വർഷത്തിന് അവർ ഭയങ്കര പ്രൈസ് ഹൈക്നെസ് ഇനി ഇടാൻ പോവുകയാണ്. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. റീസൺ എന്ന് പറയണത് റാമിൻ്റെ വില കാരണത്താലാണ്. AI എന്ന് പറയുന്ന ആ മുതലിൻ്റെ വില കാരണത്താലാണ് പ്രൈസ് ഹൈക്നെസ് ഇട്ടത്. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ഇനി ആപ്പിളിൻ്റെ ബയോണിക് 20 Pro ചിപ്സെറ്റും അല്ലെങ്കിൽ 20 സീരീസ് ചിപ്സെറ്റിൻ്റെയും പ്രൈസ് ഹൈക്നെസ് 80% സ്കൈ റോക്കറ്റിംഗിലേക്ക് മാറാൻ പോവുകയാണ്. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NVIDIAയുടെ RTX 5090 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് ഈ അടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി ആ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 5 ലക്ഷം രൂപയുടെ പ്രൈസ് അപ്ഡേറ്റിലേക്കാണ് വരാൻ പോകുന്നത്. എന്താ കാരണം ഇതിന് വില കൂട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് AI, പിന്നെ അതിൻ്റെ ഉള്ളിൽ റാം ഉണ്ട്, ബിൽട്ടിൻ VRAM എന്ന് പറഞ്ഞ ഒരു വെർച്വൽ റാം അതിൻ്റെ ഉള്ളിൽ ബിൽട്ടിൻ ഉണ്ട്. അതായത് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലിച്ചസ്, ഫ്രെയിംസ് ഡ്രോപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഹെവി ആയിട്ടുള്ള ആ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ ഉള്ളിൽ റാം വെച്ചതിൻ്റെ പേരിൽ പിന്നെ അതിൽ AI സപ്പോർട്ട് ചെയ്യുമല്ലോ, അത് കാരണത്താൽ അവർ അതിൻ്റെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്.
ഞാനിപ്പോൾ ഈ ഒരു നിലവിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി വലിയ വലിയ ഹെവി ഗെയിമേഴ്സ് അല്ലെങ്കിൽ ഹെവി വീഡിയോ എഡിറ്റേഴ്സ് ഉള്ള ആൾക്കാർ ഇന്ന നിലവിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അറ്റ് എനി കോസ്റ്റ് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത പ്രാവശ്യമൊക്കെ നിങ്ങൾ വരുമ്പോൾ വില കൂടും. 5 ലക്ഷം 6 ലക്ഷം രൂപയിലേക്കൊക്കെ RTXന്റെ 60 സീരീസ് ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലയും കൂടാൻ പോവുകയാണ്. റീസൺ എന്ന് പറയുന്നത് AI ആണ്. അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ല ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ബഡ്ജറ്റ് RTX 5090 സീരീസിൻ്റെ ലാപ്ടോപ്പ് ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് പോയിട്ട് മേടിക്കാം. പിന്നത്തേക്ക് ഒന്നും നോക്കാണ്ടിരിക്കാം. അതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഡിമെൻസിറ്റിന്റെ 7100 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇത് SOSന്റെ ചിപ്സെറ്റ് ആണ്. ഇതിന്റെ സ്പെക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇതൊരു 2.4 ഹെർട്സ് GHz ക്ലോക്കിംഗ് സ്പീഡ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, പിന്നെ 4K നമുക്ക് 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ചിപ്സെറ്റിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LPDDR5ന്റെ റാമും UFS 3.1 വെച്ചിട്ട് ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങുന്നുണ്ട്. അതും പോരാണ്ട് UFS 2.2ൻ്റെയും ചിപ്സെറ്റും വെച്ചിട്ട് ഈ ഒരു പ്രോസസ്സർ ഡിമെൻസിറ്റിൻ്റെ 7100 ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇൻഫിനിക്സിൻ്റെ ഒരു മോഡൽ അതിൽ ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് ഈ ഒരു ചിപ്സെറ്റ് ഫസ്റ്റിൽ ഇറങ്ങാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ മോഡലിലാണ് ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നത്. ആ മോഡലിലെ പേര് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ ഗൈസ്, ലാസ്റ്റത്തെ ടെക് ന്യൂസ് കടന്നാലോ. ലാസ്റ്റത്തെ ടെക് ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക് ന്യൂസ് കൂടെയാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു അപ്ഡേറ്റ്. ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻസിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പവർ ബാങ്ക് അല്ലെങ്കിൽ വയർലെസ് മാക്സേഫ് പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻബോർഡ് ഫ്ലൈറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റിൽ ഈ ഒരു നിയമം കർശനമാക്കിയത് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തെ ന്യൂഡൽഹി DGCA എന്ന് പറയുന്ന ടീം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇൻബോർഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണ സമയത്ത് നിങ്ങളെ വയർലെസ് പവർ ബാങ്കുകളോ അല്ലെങ്കിൽ മാക്സേഫ് പവർ ബാങ്കോ അല്ലെങ്കിൽ നോർമൽ പവർ ബാങ്കോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങളെ കയ്യിൽ ഇനി ക്യാമറ SLR ക്യാമറയുടെ ബാറ്ററികൾ നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലഗേജിൽ ഇടാനും പാടില്ല. അതിന് പകരം നിങ്ങളത് ഹാൻഡ് ലഗേജിൽ ഇടാനേ മാത്രമേ പാടുള്ളൂ. ആ ഒരു നിയമം ഓൾറെഡി മുന്നം കൊടുത്തിട്ടുണ്ട്. ഇത് 2021 കൊടുന്ന നിയമം ഞാനിപ്പോൾ പ്രാബല്യത്തിൽ ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാണ്. 2026 ഷെയർ ചെയ്യാണ്. ഇനി നിങ്ങളെ കയ്യിൽ വല്ല SLR ക്യാമറയോ അല്ലെങ്കിൽ സ്പെയർ ബാറ്ററീസോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഹാൻഡ് ലഗേജിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാണ്. ഇനി ഹാൻഡ് ലഗേജിൽ ഇട്ടിട്ട് നിങ്ങൾ അത് ഫ്ലൈറ്റിൻ്റെ മേലത്തെ ഡെക്ക് ഉണ്ടല്ലോ ക്യാബിനിൽ അവിടെ ഇടാനും പാടില്ല. അതിന് പകരം നിങ്ങളെ കണ്ണിലെത്തുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കാനേ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങളെ സീറ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ വെക്കുക അല്ലെങ്കിൽ സീറ്റിൻ്റെ അടിയിലോ വെക്കുക. ക്യാബിനിൽ വെക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ബാങ്ക്, വയർലെസ് പവർ ബാങ്ക്, പിന്നെ ഈ ബാറ്ററികൾ, ലിത്യം ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററികൾ വേഗം എക്സ്പ്ലോഡ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ്റെ ഡെക്കിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റ് അധികൃതർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബാഗേജിൽ വെക്കാൻ വേണം, അത് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടീസാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ എത്തണം മുന്നേ നിങ്ങൾ വയർലെസ് പവർ ബാങ്ക് ഹാൻഡ് ബാഗേജിൽ വെച്ചിട്ട് യൂസ് ചെയ്തോ. ഹാൻഡ് ബാഗേജിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾ മറ്റേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ വയർലെസ് പവർ ബാങ്കും പിന്നെ സാധാ പവർ ബാങ്കും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായില്ല. ഇതിപ്പോ ന്യൂഡൽഹിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇനി ഇത് പ്രാബല്യത്തിൽ ഈ DGCA എന്ന് പറയുന്ന ഈ ടീമുകൾ ഓൾ ഓവർ ദ വേൾഡ് ഇത് പ്രാബല്യത്തിൽ ഇത് കൊണ്ടുവരും. എല്ലാ എയർലൈൻസിനും ഇത് ബാധകമായിട്ട് മാറും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ 2026 ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത്. ഈ ഷെയർ ചെയ്ത ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ലൈക്കും ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബും ചെയ്യാം. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലൈറ്റിൽ ഇനി യാത്ര ചെയ്യുമ്പോൾ പവർ ബാങ്കും വയർലെസ് പവർ ബാങ്കും മാക്സേഫിൻ്റെ പവർ ബാങ്കും യൂസ് ചെയ്യാണ്ടിരിക്കുക. എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാം. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.